ഹലോ ഗായ്സ്, ഇന്ന് അച്ചിങ്ങമ്മയ്ക്ക് വെച്ചിട്ടുണ്ടാക്കുന്നേ. അതിന് നമുക്കൊരു കടായി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനകത്തേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചെറുതായി ഒരു 5-6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരണം. അതൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ ഒരു 3 പച്ചമുളക് അതിനകത്ത് നടുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നമുക്കത് മിക്സ് ചെയ്യാം. അപ്പോൾ ആ പച്ചമുളക് ഒരു 3 സെക്കൻഡ് അതിനകത്ത് കിടന്നൊന്ന് ജസ്റ്റ് വാടണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തീ ഇത്തിരി കുറച്ചിടാട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നമുക്ക് അതിനകത്തേക്ക് അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അച്ചിങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് തവി കൊണ്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ചതിന് ശേഷം ഒന്ന് ഇത്തിരി കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളിയില്ല, അപ്പോൾ ഞാൻ സവാള ചതച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഒന്ന് തവി കൊണ്ട് ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ കഴിയും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതേ സമയം തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, അച്ചിങ്ങപ്പയർ റെഡി ആയിട്ടോ.